നോക്കൂ, നിങ്ങൾ എപ്പോഴും ഇന്റർനാഷണൽ പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ലേ? ഇപ്പൊ അതിനൊരു അവസരം ഉണ്ടായല്ലോ. നിങ്ങളുടെ സ്വപ്നം സത്യമാവാൻ പോവാ. എന്റെ ഈ സന്തോഷം കണ്ടിട്ട് നിന്റെ സ്വപ്നം പോവാണ് ഞാൻ പോകുന്ന പോലെ ഉണ്ട്. നിങ്ങളുടെ സ്വപ്നം എന്റെ സ്വപ്നമല്ലേ? എന്താ? ഒന്നുമില്ല. നീ എന്താ പറഞ്ഞതെന്ന് ഞാൻ കേട്ടു. കേട്ടെങ്കിൽ എന്തിനാ പിന്നെയും ചോദിക്കുന്നത്? അതൊക്കെ പോട്ടെ, നിനക്ക് എന്ന് മുതലാ എന്റെ സ്വപ്നങ്ങളെ കുറിച്ചുള്ള ചിന്ത തുടങ്ങിയത്? അത് നിങ്ങൾ തന്നെ. എന്താ നിർത്തിയേ? പറയൂ. നീ എന്നെ അടിമയാക്കി എന്നെ യൂസ് ചെയ്ത് പൈസ സമ്പാദിക്കാൻ തുടങ്ങിയതോട്ടല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇനിയിപ്പോ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാ. സന്തോഷം ഉണ്ടാവുമല്ലോ. ഇന്റർനാഷണൽ പ്രോജക്റ്റിൽ നിന്നും ഇന്റർനാഷണൽ കറൻസിയല്ലേ കിട്ടാൻ പോകുന്നത്. ഈ മുഖാംബോയ്ക്ക് ക്യാഷിനെ പറ്റിയല്ലാതെ ഒരു ചിന്തയില്ലല്ലോ. ഇദ്ദേഹത്തിന് എപ്പോഴും എന്റെ ആർത്തിയെക്കുറിച്ചാ ചിന്ത. എന്റെ പ്രണയത്തെ കാണുന്ന പോലുമില്ല. നോക്കൂ, ഡിന്നറിന് പോകുന്നതിന് മുൻപ് എനിക്ക് അമ്പലത്തിലൊന്ന് കയറണം. നീ പോ, ആരാ തടഞ്ഞ? നിങ്ങളും എന്റെ ഒപ്പം വരണം. കളിയാക്കുവാണോ? നിനക്കറിയില്ലേ ഞാൻ അവിടെ ഒന്നും പോവാറില്ലെന്ന്? പക്ഷെ ഞാൻ കേട്ടത് ബലൂണിന് വേണ്ടി പള്ളിയിൽ വരെ പോയെന്നാണല്ലോ. അതാണ് നിന്റെ ചോദ്യത്തിൽ തന്നെ എന്റെ ഉത്തരവുണ്ട്. ഞാൻ എന്റെ ബലൂണിന് വേണ്ടിയാ പോയത്. പക്ഷെ എന്ത് ഫലം? പോയത് ബലൂണിന് വേണ്ടിയും വന്നതോ മുഖാംബോ. അതല്ലേ, ഒരു തവണ പോയപ്പോ ബലൂണിന്റെ ഛായ ഉള്ള ഒരാളെ കിട്ടി. ഇത്തവണ ചിലപ്പോ ബലൂണിനെ തന്നെ കിട്ടിയാലോ? നീ അറിഞ്ഞോ, നീ അറിഞ്ഞോ, നീ എന്റേതാണെന്ന് നീ അറിഞ്ഞോ? മഴക്കാലം എനിക്കായി മയിൽ ചേലുള്ള പെണ്ണെ നിന്നെ തന്നെ മിഴി നോക്കി മനമാകെ കതിരാടുന്ന സ്നേഹം ഞാൻ അറിഞ്ഞേ. പറയാനും വയ്യ, പിരിയാനും വയ്യ, പല നാള് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മഴയേ തൂമഴയേ, വാനം തൂവുന്ന പൂങ്കുളിര്, വാനം തൂവുന്ന പൂങ്കുളിര്, കണ്ടുവോ എന്റെ കാതലിയെ? അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ മുഖാംബോ എനിക്ക് വേണ്ടി നല്ല കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. എന്തായാലും നോക്കാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. പിന്നെ അതുപോലെ ചതിയിലൂടെ ഡിവോഴ്സ് വാങ്ങാനാണ് ഞാനിന്ന് പോകുന്നത്. അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവളുടെ കൂടെ ഒരു നല്ല കാര്യം കൂടി ചെയ്തേക്കാം. വാപ്പോ, അമ്പലത്തിലേക്ക് വരൂ എന്നോടൊപ്പം. ഇനി ഇവിടെ നിന്ന് കൂടുതൽ സംസാരിച്ചാൽ 5 ലക്ഷം എക്സ്ട്രാ വാങ്ങും ഞാൻ. ഓക്കെ ഓക്കെ, പോ. ഈ അമ്പലം എന്താ ഇത്ര ചെറുത്? അമ്പലത്തിന്റെ വലുപ്പത്തിലല്ല കാര്യം, മനസ്സിലെ ഭക്തിയില്. ചെറുതാവും തോറും തിരക്ക് കൂടത്തല്ലേ ഉള്ളൂ. പക്ഷേ ഇതേ ഈശ്വരനല്ലേ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത്. ലോകം മുഴുവൻ ദൈവത്തിന് കീഴില. പിന്നെ അമ്പലം ചെറുതായാലും തിരക്ക് കൂടുതലായാലും ഒരു വ്യത്യാസവും ഇല്ല. എനിക്ക് വ്യത്യാസമുണ്ട്. എനിക്ക് തിരക്കിഷ്ടല്ല. ഒന്ന് വരൂന്നേ, അധിക സമയം എടുക്കില്ല. ഞാൻ വരുന്നില്ല. എനിക്ക് വേണ്ടിയല്ല, സ്വന്തം ആവശ്യത്തിന് വേണ്ടിയെങ്കിലും വന്ന് പ്രാർത്ഥിച്ചൂടെ? ഒരു പരാതിയെങ്കിലും പറഞ്ഞൂടെ? ഇടയ്ക്കിടയ്ക്ക് ഈശ്വരൻ ഭക്തരെ മാത്രമല്ല അവരുടെ ശത്രുക്കളെയും അനുഗ്രഹിക്കും. മറക്കാമെല്ലാം മറക്കാം, നിനക്കായെല്ലാം മറക്കാം. മറക്കാമെല്ലാം മറക്കാം, നിനക്കായെല്ലാം മറക്കാം. എന്തുപറ്റി? ഒന്നുമില്ല. പ്രസാദം വാങ്ങുന്നേ തിരുമേനി.
മോളെ, നീ ഒത്തിരി ഭാഗ്യവതിയാണ്. ഇങ്ങനെ ഒരു ഭർത്താവിനെ ഭാഗ്യമുള്ളവർക്കേ ലഭിക്കൂ. നിങ്ങൾ ഭക്തിയോടെ ദേവിയെ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവളിൽ ദേവിയെ തന്നെ ഞാൻ കാണുകയായിരുന്നു. ദൈവം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമാക്കട്ടെ. നിങ്ങൾ ഈ ജന്മമല്ല, 7 ജന്മം ഒന്നിച്ച് ജീവിക്കട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വലം വെച്ചിട്ട് വരാം. തനു പറഞ്ഞത് ശരിയാണ്. പ്രിയ ഒരിക്കലും ഡിവോഴ്സ് തരാൻ പോകുന്നില്ല. അതുകൊണ്ട് ചതിക്കുകയല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. അല്ലെങ്കിൽ ഞാൻ തനുവിനോട് ചെയ്യുന്ന തെറ്റായിപ്പോവും. കല്യാണം കഴിക്കാതെ നമ്മുടെ കുഞ്ഞ്. ഇവളെ ചതിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ കുഞ്ഞിന് വേണ്ടിയെങ്കിലും ഞാനത് ചെയ്തില്ലെങ്കിൽ. ഇന്ന് നിങ്ങൾ എന്നോടൊപ്പം അമ്പലത്തിൽ വന്നില്ലേ? ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. അതെ, ഈ ദിവസം നമ്മൾ എന്തായാലും മറക്കില്ല. നമ്മൾ ഒന്നിച്ചുള്ള അവസാന ദിവസമല്ലേ ഇത്? പോകാം. നീ പോയിക്കോ, ഞാൻ വന്നേക്കാം. ഞാൻ പോവാ പ്ലീസ്. എന്തോ മാട്രസിന് വല്ല പ്രശ്നമുണ്ടോ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. എനിക്ക് പോകണം, പോയി നോക്കണം. പ്രിയ എങ്ങനെ ഡിവോഴ്സ് തരുന്നു, സൈൻ എങ്ങനെ ഇടുന്നു, എനിക്ക് പോയി നോക്കണം. വെറുതെ മണ്ടത്തിനും പറയാതെ തന്നെ. ഇപ്പൊ നീ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതുവരെ ചെയ്തതെല്ലാം വെറുതെ ആയിപ്പോ. ഐ മീൻ, ചേട്ടന് ദേഷ്യം വന്ന as I told you, എല്ലാം കൊളോ. കുറച്ചു മുൻപ് ഞാൻ വളരെ കോൺഫിഡന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് പേടിയാവുന്നുണ്ട്. അഭി പ്രിയ ചതിക്കുന്നതിന് പകരം എന്നെ ചതിക്കൂന്ന് എനിക്ക് പേടിയാവുന്നു ഇപ്പൊ. എന്നുവെച്ചാ അത് പിന്നെ അഭി പ്രിയ വശത്താക്കുന്നതിന് പകരം പ്രിയ അഭി എങ്ങാനും വശത്താക്കിയാലോ? അങ്ങനെയായ എല്ലാം കൊള്ളാവും. ഐ മീൻ, അഭി പ്രിയെ ബലൂണായി കാണരുത്. അഥവാ ചേട്ടൻ അവള് ബലൂണായിട്ട് കാണണമെന്നുണ്ടായിരുന്നെങ്കിൽ അത് ഉറപ്പായിട്ടും നേരത്തെ തന്നെ ആകായിരുന്നു. അതാണ് പേടി ആലിയ. മുൻപ് നടക്കാത്തത് ഇനി നടന്നാലോ? പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇല്ല, യു നോ വാട്ട്, ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നു. നീ ചേഞ്ച് ചെയ്തത് എവിടെ പോവാ? ഷോപ്പിംഗ് ചെയ്യാൻ. എന്നാ എന്നെ കൂടി കൊണ്ടുപോവോ? ഞാൻ റെഡി ആയി നിൽക്കുക. ഇനി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഏട്ടത്തെ ഞാൻ വിൻഡോ ഷോപ്പിംഗ് ചെയ്യാനാ പോകുന്നത്. വിൻഡോ ഷോപ്പിംഗോ? അത് വളരെ നല്ല കാര്യമാണല്ലോ. വിൻഡോ ഷോപ്പിംഗിൽ ഞാനൊരു എക്സ്പെർട്ട് ആണ്. അത് ഞാൻ 5 സ്റ്റാർ ഹോട്ടലിലാണ് ഷോപ്പിംഗ് ചെയ്യുന്നത്. ആണോ? എനിക്ക് തോന്നുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടി എന്നോട് എന്തോ കള്ളം പറയുന്നുണ്ടെന്നാ. എന്താ കാര്യം? വേഗം പറയും. ഏട്ടത്തി വലിയ ശല്യമാ. അങ്ങനെയൊന്നുമില്ല. അഭി പ്രിയ കുട്ടി 5 സ്റ്റാർ ഹോട്ടലിൽ പോയി. അതുകൊണ്ട് ഞാനും അങ്ങോട്ട് പോവാം. ഇവൾക്കിതെന്ത് പറ്റി ഇങ്ങനെ പിച്ചും പേയും പറയാൻ? നോക്ക്, നീയെങ്കിൽ എന്നോട് കാര്യം എന്താന്ന് പറ. ഇല്ലെങ്കിൽ എന്റെ ലൈഫിൽ വലിയ പ്രോബ്ലം ആവും. മൈഥിലി എടുത്തേക്ക് അറിയാമോ മൈഥിലി എടുത്തിട്ട് പ്രോബ്ലം എന്താന്ന്? അത് വേറൊന്നുമല്ല, മറ്റുള്ളവരുടെ പ്രോബ്ലത്തിൽ വലിഞ്ഞു കയറി ചെല്ലുന്നു. ഒരു കാര്യമില്ലാതെ മറ്റുള്ളവരുടെ പ്രോബ്ലത്തിൽ ഇടപെടുന്നത് നിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രോബ്ലവും ഇല്ലാതാകും. അതൊരിക്കലും നടക്കാത്ത കാര്യമല്ലേ? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ ഇതാ. നോക്ക്, എനിക്ക് വയ്യാതായി തുടങ്ങി. വേഗം എന്താന്ന് വെച്ചാ പറയൂ, ഇല്ലെങ്കിൽ എനിക്ക് ഇനിയും വയ്യാതാവും. ഓക്കെ ഫൈൻ. നിങ്ങൾ ഈ കാര്യം ആരോടെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും, മനസ്സിലായോ? മമ്മിയാണ് സത്യം. നീ എന്തു പറഞ്ഞാലും അതെന്റെ ഉള്ളിൽ തന്നെ വെച്ചോളാം. ശരി, എന്നാ കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ മിസ്റ്റർ അബി. സാർ, ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. അല്ല, വീട്ടിലെല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കും സാർ. അല്ല, ഇടയ്ക്കെപ്പോഴും അച്ഛമ്മയുടെ ആരോഗ്യം മോശമായിരുന്നില്ലേ? ഇല്ല, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവരെയും കൊണ്ടുവരായിരുന്നു. അച്ഛമ്മ വന്നാൽ പിന്നെ ജോലിക്കാരിയൊന്നും പറയാൻ പറ്റില്ല.
അഭിയുടെ അച്ഛമ്മയ്ക്ക് അതൊന്നും ഇഷ്ടമല്ലേ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അച്ഛമ്മ വന്നാൽ പിന്നെ വീട്ടുകാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. വർക്കിൻ്റെ കാര്യമൊന്നും നടക്കില്ല. അതാ. ഐ തിങ്ക് നമുക്ക് ജോലിയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. പ്രിയ മാഡം, ജോലിയുടെ കാര്യം ഇനിയും സംസാരിക്കാം. അതിനല്ലേ നമ്മൾ വന്നത്. അതിനു മുമ്പ് കുറച്ച് വീട്ടുവിശേഷങ്ങളൊക്കെ സംസാരിക്കാമല്ലോ. നമ്മൾ തമ്മിൽ കാണുന്നത് തന്നെ ചുരുക്കമാണ്. നിങ്ങൾ പറയൂ, നിങ്ങളുടെ മാരേജ് ലൈഫ് എങ്ങനെ ഇരിക്കുന്നു? ലാസ്റ്റ് ടൈം കണ്ടപ്പോൾ നിങ്ങൾക്കിടയിൽ നല്ലൊരു കെമിസ്ട്രി കാണാം. ഇത്തവണ എന്തെങ്കിലും പുതിയത് കാണോ? അന്ന് ഇയാൾ കണ്ടത് നിന്നെയല്ല എന്ന് ഞാൻ ഇയാളെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുക? അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ബലൂണല്ലായിരുന്നു. പ്രണയം ഇദ്ദേഹത്തോട് എനിക്ക് ഇന്നും ഉണ്ടെന്ന് ഞാൻ എങ്ങനെ പറയും? ഇപ്പൊ മൂന്നാമതൊരാൾ ഞങ്ങൾക്കിടയിൽ വന്നിരിക്കുകയല്ലേ. ഇപ്പം നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ലെന്നാ തോന്നുന്നേ. നോക്കൂ, വീണ്ടും നമ്മൾ തമ്മിൽ ഉറപ്പായും കണ്ടുമുട്ടിയിരിക്കും. ഇന്നും നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ ആ പ്രണയം നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? സമയത്തിനനുസരിച്ച് എല്ലാം മാറില്ല സാർ. ഞാൻ മാറില്ലല്ലോ. ഞാൻ ഇപ്പോഴും അദ്ദേഹത്തെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലേ ഏട്ടാ? ആ, പഴയതുപോലെ തന്നെ. ഇനിയിപ്പോൾ ഭാര്യ റോക്ക് സ്റ്റാറിൻ്റെ ആയാലും പ്രൊഡ്യൂസറിൻ്റെ ആയാലും അവർ സ്നേഹിക്കുന്നത് അവൻ്റെ പൈസയായിരിക്കും. നിങ്ങളിരിക്കുന്ന റിങ് കൊള്ളാലോ. അതേ അഭി, ഉറപ്പായി ഞാനാ കൊടുത്തത്. ചിലപ്പോ അതാവും. ഇനി നിങ്ങൾക്കിടയിൽ പുതിയ കുഞ്ഞതിഥി വരുന്നുണ്ടോ? നിങ്ങൾക്കിതെങ്ങനെ മനസ്സിലായി? അതെല്ലാവർക്കും അറിയാലോ. എല്ലാവർക്കും അറിയാന്ന് വെച്ചാ? അതെല്ലാവർക്കും അറിയാന്നുള്ള കാര്യമല്ലേ. ഭർത്താവിനും ഭാര്യയ്ക്കിടയിൽ ഒരു കുഞ്ഞു വരുമ്പോൾ അവരുടെ റൊമാൻസ് അവസാനിക്കും. എന്റേത് 25 വർഷത്തെ പ്രണയമാണ്. എനിക്കുണ്ടല്ലോ, പ്രിയെ കണ്ടപ്പോൾ തന്നെ അമ്മയാകാൻ പോകുന്നത് പോലെയാ തോന്നിയത്. ഇവളുടെ മുഖത്ത് കാണുന്ന ആ ഒരു ഗ്ലോ ഉണ്ടല്ലോ, അതിപ്പോ കുറച്ചേ ഉള്ളൂ. അത് പ്രഗ്നന്റ് ആവുന്ന സമയത്ത് മാത്രമേ കാണൂ. ഇവരുടെ വാക്കുകൾ സത്യമായിരുന്നെങ്കിൽ ഇവരോട് ഞാൻ എങ്ങനെ പറയും ഞങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞുണ്ട്, അത് പക്ഷെ ഞങ്ങളുടേതല്ല മറ്റൊരാളുടേതാണെന്ന്? ആരും കണ്ണുവിടണ്ട. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായതിനു ശേഷം വീണ്ടും ആ പ്രണയം നിങ്ങൾക്കിടയിലേക്ക് തിരികെ വരും. ഞാനൊരു കാര്യം പറയട്ടെ പ്രിയ, നീ നിന്റെ ആരോഗ്യം നന്നായി ശ്രദ്ധിക്കണം. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞു നടക്കരുത്. മീറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് വീട്ടിൽ വെച്ച് നടത്തണം. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ഭാര്യ പ്രഗ്നന്റ് ആവുമ്പോൾ കുറച്ച് വണ്ണമൊക്കെ വെക്കും, സൗന്ദര്യവും കുറയും. പക്ഷെ നിങ്ങളുടെ ശ്രദ്ധ മാറരുത്. ഫാമിലി ശ്രദ്ധിച്ചോണം. മറ്റു സ്ത്രീകളെ നോക്കാനേ പാടില്ല. അങ്ങനെ ഒരാൾ ഓൾറെഡി ഞങ്ങൾക്കിടയിൽ വന്നു കഴിഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന്റെ പേരൊക്കെ കണ്ടുപിടിച്ചോ? അത് ഇതുവരെ ആലോചിച്ചിട്ടില്ല. മിസ്റ്റർ അബി, ഒരു സെൽഫി എടുത്താലോ? ഈ മീറ്റിംഗിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി. ഓഫ് കോഴ്സ്. അഭി, കുറച്ച് ചേർന്ന് നിൽക്കുന്നേ. നിങ്ങൾ ചേർന്ന് നിൽക്കൂ, നിങ്ങളുടെ ഭർത്താവല്ലേ. നോ നോ നോ, വെയിറ്റ് വെയിറ്റ്. പ്രിയ മാഡം, നിങ്ങളുടെ കൈ ഇവിടെ വയ്ക്കും. ഈ അഭി ഞാൻ എന്തിനാ ഇങ്ങോട്ട് അയച്ചേ? എന്നിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാണോ? എനിക്ക് അഭി ശരിക്കും സംശയം തോന്നുക. എക്സ്ക്യൂസ് മീ, ഞാനിപ്പോൾ വരാം. ഒരു മിനിറ്റ്. ഷുവർ. ശരി. ചേച്ചി, ചേച്ചി,
രചന, മൈഥിലി, അല്ല ഇതാരാ? എന്തൊക്കെയാ ചേച്ചി ഇത്? ഞാൻ കുറച്ചു ദിവസം നാട്ടിൽ പോയപ്പോഴേക്കും എല്ലാവരും എന്നെ മറന്നുപോയോ? നീ വന്നല്ലോ. ആ, ഞാൻ വന്നല്ലോ. ഇനി എല്ലാം നമുക്ക് പഴയതുപോലെ ആക്കണം. തുടങ്ങിയല്ലോ കുഴപ്പങ്ങൾ. ചേച്ചി, എന്നെ വിളിക്കാൻ എന്താ സ്റ്റേഷനിലേക്ക് വരാഞ്ഞേ? അതിന് നീ ഇങ്ങോട്ട് വരുന്ന കാര്യം ഞങ്ങളോട് ആരോടും പറഞ്ഞില്ലല്ലോ. പക്ഷെ ചേച്ചി, പെട്ടെന്ന് വരുന്നതിന്റെ രസം ഒന്ന് വേറെ തന്നെയാ. എന്നെ പെട്ടെന്ന് കാണുമ്പോ ചേച്ചിക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ തന്നെയാ. സുഖാണോ എന്റെ ചേച്ചി? എനിക്ക് സുഖമാണ്. നീ പറ, നീ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ നല്ല ആരോഗ്യവതിയാണ്. നമസ്കാരം ആന്റി. നമസ്കാരം മോളെ. സുഖാണോ? ആട്ടെ, നിന്റെ കുഞ്ഞെന്തിയെ? അവൻ ഭയങ്കര കുസൃതിയായപ്പോ. കുസൃതിയായോ? ഞാൻ വന്നല്ലോ. ഇനി അവന്റെ കുസൃതി എല്ലാം ഞാൻ മാറ്റി കൊടുക്കും. അത് ശരിയാ. പിന്നെ നിനക്കെങ്ങനെയുണ്ട്? അത് പിന്നെ ഞാൻ ഓക്കെയാ. ഞാൻ നിന്റെ കാര്യമല്ലേ ചോദിച്ചത്. നിന്നെ കണ്ടാൽ അറിയാം നീ ഓക്കെ ആണെന്ന്. ഞാൻ ഈ വീട്ടിലുള്ള എല്ലാവർക്കും സുഖമല്ലേ എന്നാ ചോദിച്ചത്. ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയാ. ആന്റി, ആന്റി നാട് മുഴുവൻ കറങ്ങിയിട്ടല്ലേ വന്നിരിക്കുന്നത്? വലിയ ബാഗും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടി ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് വന്നിരിക്കല്ലേ? അത് പിന്നെ ഞാൻ എല്ലാവർക്കും ഓരോന്ന് വീതം കൊണ്ടുവന്നിട്ടുണ്ട്. കൊറേ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ, എല്ലാവരും നോക്ക്. ഇത് ചേച്ചിക്ക് വേണ്ടി. പിന്നെ ഇത് നമ്മുടെ മരുമകൾ രചനയ്ക്ക് വേണ്ടി. താങ്ക് യു. ഇന്ന് നീയും വാങ്ങിക്കോ. അപ്പോ ആന്റി എനിക്കോ? ആ, നിനക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ, ഇത് നിനക്ക് വയറ് നിറയെ കഴിക്കാൻ വേണ്ടിയാ. ഇതോ? ഇതുകൊണ്ട് ഞാനെന്ത് ചെയ്യാനാ? നീ ഇത് ഒറ്റയ്ക്ക് കഴിക്കരുത്. ഇവർക്കെല്ലാവർക്കും കൊടുക്കണം. മനസ്സിലായോ? വന്ന ഉടനെ പണി തുടങ്ങി. നിനക്ക് വേണ്ടി ഞാൻ ഈ ഗിഫ്റ്റും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ. താങ്ക് യു ആന്റി, നല്ല ഭംഗിയുണ്ട്. നമ്മുടെ തനുവിന് ഇതുവരെ കണ്ടില്ലല്ലോ. അവൾക്കുള്ള ഗിഫ്റ്റ് ഇവിടെ ഇരിക്കുക. ആന്റി, ആന്റി തനുവിന് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്നല്ല 2 ഗിഫ്റ്റ് കൊടുക്കേണ്ടി വരും. അതെന്താ? തനുവിന് കുഞ്ഞുണ്ടായോ? അയ്യോ, അതല്ല. തനുവിന്റെ പാർട്ട്ണർ ഉണ്ടായിരുന്നില്ലേ, ആലിയ, അവള് തിരിച്ച് വീട്ടിലെത്തി. ആലിയ തിരിച്ചു വന്നെന്നോ? ചേച്ചി, ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചേ? അത് പിന്നെ നീ ഇവിടെ എന്താ ചെയ്യുന്നത്? നീയല്ലേ എന്നെ ഇവിടെ എത്തിച്ചേ? തനു അധികം സ്മാർട്ട് ആവല്ലേ. ഞാൻ ഈ സ്ഥലത്തെ പറ്റിയല്ല പറഞ്ഞത്, ഞാൻ റെസ്റ്റോറന്റിനെ പറ്റിയാ പറഞ്ഞത്. നീ എന്തിനാ ഇവിടെ വന്നേ? അത് ഞാൻ ആക്ച്വലി ചിന്തിക്കുകയാണല്ലേ. എന്ത് കള്ളം പറയണമെന്നായിരിക്കും. ഇല്ല, ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കൂ. എനിക്ക് വീട്ടിലിരുന്നപ്പോ വല്ലാതെ തോന്നി, അതുകൊണ്ട് പുറത്തിറങ്ങാമെന്ന് ഞാൻ കരുതി. അത്രേ ഉള്ളൂ. ആണോ? ഈ റെസ്റ്റോറന്റിൽ വന്നപ്പോൾ വല്ലായ്മ പോയോ? നീ എന്തിനാ വെറുതെ കള്ളം പറയുന്നത്? ഞാൻ കള്ളമല്ല പറഞ്ഞത് അബി. തനു പ്ലീസ്, നീ എങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്നും ചെയ്യാതിരിക്കേ. ഇങ്ങനെയൊന്നും പ്രിയ പോലും എന്നോട് ഇതുവരെ ചെയ്തിട്ടില്ല. നിനക്കെന്താ എന്നെ വിശ്വാസമില്ലേ? അബി പ്ലീസ് അങ്ങനെ പറയരുത്. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നിനക്ക് വേണ്ടി ചെയ്യാൻ പോവാ. അത് നിനക്കറിയില്ലേ? മനസ്സോടെ ഞാനത് ചെയ്യുമ്പോൾ നിനക്ക് എന്നെ സംശയവും. നിന്റെ സ്വഭാവം ഇതാണെങ്കിൽ ഞാൻ ഡിവോഴ്സ് വാങ്ങിച്ചിട്ട് എന്തെടുക്കാനാ തനു? ഈ ലൈഫ് മൊത്തം നീ എന്നെ സംശയിക്കില്ലേ? നീ എന്താ മിണ്ടാത്തെ? പറ, നീ എന്തിനാ ഇവിടെ വന്നേ? എന്നെ വാച്ച് ചെയ്യാനല്ലേ? അതിന് തന്നെ ഞാൻ വന്നത്. ഇതുവരെ ഞാൻ ചിന്തിച്ചത് ഇവിടെ വരണ്ടായിരുന്നു എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ തോന്നുന്നു ഞാൻ ഇവിടെ വന്നത് വളരെ നന്നായി എന്ന്. നീ ഇവിടെ വന്ന കാര്യം ഇതുവരെ തുടങ്ങിയിട്ട് പോലും ഇല്ലല്ലോ അബി. ഇല്ല, ചെയ്തില്ല. ഇനി ചെയ്യാനും പോകുന്നില്ല.